നമസ്കാരം. ഇക്കുറി പത്മശ്രീ പുരസ്കാര തിലകം കുവൈറ്റിലും എത്തി. കുവൈറ്റിൽ വസിക്കുന്ന 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാരിൽ ഒരാൾക്കല്ല, മറിച്ച് ആദ്യമായി ഒരു കുവൈറ്റ് വനിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും തിരഞ്ഞത് പത്മശ്രീ ലഭിച്ച ഷെയ്ഖ് അലി അൽ ജാബർ അൽ സബാഹ് എന്ന വനിതയാണ്. കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ യോഗ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വനിത എന്നതായിരുന്നു ഇവരെക്കുറിച്ചുള്ള വിവരണം. ഇതോടെ ആളുകൾ ആരാണ് ഈ ഷെയ്ഖ എന്ന അന്വേഷണത്തിലായി. ആരാണ് ഷെയ്ഖ അലി അൽ ജാബർ അൽ സബാഹ് എന്നറിയണ്ടേ? തീർച്ചയായും അറിയണം, വേണ്ടേ? ഇനി എന്തിനാണ് അവരെ ഇന്ത്യ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചതെന്നും അറിയണമല്ലോ. ഷെയ്ഖ് ALJ അൽ സബാഹ് എന്ന കുവൈറ്റ് രാജകുടുംബ അംഗമാണ് ഇവർ. അഭിഭാഷക, സംരംഭക, മാനുഷികാവകാശ പ്രവർത്തക എന്നീ നിലകളിൽ പ്രശസ്തയാണ്. 2001 ഷെയ്ഖ തന്റെ യോഗ യാത്ര ആരംഭിച്ചത്. 2014 കുവൈറ്റിലെ ആദ്യത്തെ ലൈസൻസുള്ള യോഗ സ്റ്റുഡിയോയായ ദാരാത്മ സ്ഥാപിച്ചു. ദാരാത്മ എന്ന പേര് അറബി പദമായ ദാർ, അതായത് വീട് എന്ന് അർത്ഥം വരുന്ന പദവും ആത്മ എന്ന സംസ്കൃത പദവും ചേർത്തുള്ളതാണ്. ആത്മ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ് അർത്ഥം. യോഗ പഠിപ്പിക്കുന്നതിന് ലൈസൻസ് നേടിയതിനു പുറമെ കുവൈറ്റിൽ യോഗയെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിലും ഇവർ മുഖ്യ പങ്ക് വഹിച്ചു. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ കുവൈറ്റ് സന്ദർശന വേളയിൽ ഷെയ്ഖ് ALJ അൽ സാഹിബുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യോഗയ്ക്കും ഫിറ്റ്നസിനും വേണ്ടിയുള്ള ഷെയ്ഖയുടെ അർപ്പണബോധം, ഗൾഫ് മേഖലയിലെ സംഭാവനകൾ, കൂടാതെ യുവാക്കൾക്കിടയിലെ യോഗ കൂടുതൽ ജനപ്രിയമാക്കുന്നതിനുള്ള കാര്യങ്ങൾ സംസാരിച്ചതായി മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ വിവരിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ കലാ സാംസ്കാരിക മേഖലകളിൽ അടക്കം ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യയുടെ അഭിമാനകരമായ സിവിലിയൻ അവാർഡുകളിലൊന്നായ പത്മശ്രീ ലഭിച്ച ആദ്യ കുവൈറ്റ് സ്വദേശിയായ ഷെയ്ഖ് ALJ അൽ സഹാബിനെ കുവൈറ്റ് ഇന്ത്യൻ എംബസി അഭിനന്ദിച്ചു. രാജ്യാന്തര യോഗാ ദിനത്തോട് അനുബന്ധിച്ച് കുവൈറ്റ് എംബസിയുടെ കീഴിൽ നടത്തുന്ന യോഗ സെക്ഷനുകൾ ഷെയ്ഖയുടെ നിറസാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഷെയ്ഖ അലി അൽ ജാബർ അൽ സബാഹിന്റെ പുരസ്കാരം യോഗയോടുള്ള ആഗോള അംഗീകാരത്തിനൊപ്പം ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ശക്തമായ ബന്ധവും എടുത്തു കാണിക്കുന്നു.